Okay students, in the previous video we just started the chapter laser and fiber optics and discussed what is laser, properties of light from a laser, principle of laser, and the terms absorption of radiation, spontaneous emission and stimulated emission. Okay, for understanding the working of laser we have to know these terms also: metastable state, optical pumping and population inversion, emission of radiation. അപ്പോൾ ഇനി നമ്മൾ ഫസ്റ്റ് ടേം ആണ് മെറ്റാസ്റ്റേബിൾ സ്റ്റേറ്റ്. എന്താണ് ഒരു മെറ്റാസ്റ്റേബിൾ സ്റ്റേറ്റ്? നമുക്കറിയാം, സാധാരണ മെറ്റീരിയൽസിൽ ഒരു E1 എന്ന് പറയുന്ന ഗ്രൗണ്ട് സ്റ്റേറ്റ്, E2 എന്ന് പറയുന്ന ഒരു എക്സൈറ്റഡ് സ്റ്റേറ്റ്. E1ൽ ഇരിക്കുന്ന ഇലക്ട്രോൺസ് എനർജി അബ്സോർബ് ചെയ്ത് E2ലോട്ട് പോകുന്നു. കുറച്ച് സമയം 10⁻⁻7 സെക്കൻഡ്സ് അല്ലെങ്കിൽ 10⁻⁻8 സെക്കൻഡ്സ് അവിടെ നിന്നതിന് ശേഷം ആ എനർജി റേഡിയേഷൻ്റെ ഫോമിൽ തന്നെ റിലീസ് ചെയ്തുകൊണ്ട് ലോവർ എനർജി സ്റ്റേറ്റിലോട്ട് വരും. ആ ഒരു പ്രോസസ്സ് നമ്മൾ പഠിച്ചതാണ്. ഇനി ചില മെറ്റീരിയൽസിൽ ഈ രണ്ട് എനർജി സ്റ്റേറ്റ്സിനും ഇടയിൽ മറ്റൊരു എനർജി സ്റ്റേറ്റ് കൂടി കാണപ്പെടുന്നു. അതിനെയാണ് നമ്മൾ മെറ്റാസ്റ്റേബിൾ സ്റ്റേറ്റ് എന്ന് വിളിച്ചത്. ഇനി എന്താണ് അതിൻ്റെ പ്രത്യേകത എന്ന് ചോദിച്ചാൽ, ആ ഒരു മെറ്റാസ്റ്റേബിൾ സ്റ്റേറ്റിൽ ഇലക്ട്രോൺസിന് 10⁻³ സെക്കൻഡ്സ് വരെ നിൽക്കാൻ പറ്റും. സാധാരണ എക്സൈറ്റഡ് സ്റ്റേറ്റിൽ ഇലക്ട്രോൺസ് 10⁻⁷ സെക്കൻഡ്സ് വരെ നിൽക്കുള്ളൂ. അതിനേക്കാൾ കുറച്ചുകൂടി കൂടുതൽ സമയം എവിടെ നിൽക്കാൻ പറ്റും? ഈ ഒരു മെറ്റാസ്റ്റേബിൾ സ്റ്റേറ്റിൽ നിൽക്കാൻ പറ്റും. അതാണ് ആ ഒരു മെറ്റാസ്റ്റേബിൾ സ്റ്റേറ്റിൻ്റെ പ്രത്യേകത. അപ്പോൾ ഈ മെറ്റാസ്റ്റേബിൾ സ്റ്റേറ്റ് ഉള്ള മെറ്റീരിയൽസിൽ ഗ്രൗണ്ട് സ്റ്റേറ്റിലിരിക്കുന്ന ഇലക്ട്രോൺസ് ഒരു ഫോട്ടോൺ അബ്സോർബ് ചെയ്ത് എക്സൈറ്റഡ് സ്റ്റേറ്റിൽ പോയി കഴിഞ്ഞാൽ അത് സ്പോണ്ടേനിയസ് എമിഷൻ നടന്ന് തിരിച്ച് ലോവർ എനർജിയിലോട്ട് വരുന്നതിന് പകരം എന്ത് ചെയ്യും? കൂടുതൽ ഇലക്ട്രോൺസും മറ്റൊരു എനർജി സ്റ്റേറ്റായ മെറ്റാസ്റ്റേബിൾ സ്റ്റേറ്റിലോട്ട് ജമ്പ് ചെയ്ത് വന്നിട്ട് അവിടെ കുറച്ചുകൂടെ സമയം നിൽക്കും. അതാണ് ആ ഒരു മെറ്റാസ്റ്റേബിൾ സ്റ്റേറ്റിൻ്റെ പ്രത്യേകത. അപ്പോൾ ഈ ഒരു എക്സൈറ്റഡ് സ്റ്റേറ്റിൽ നിന്ന് മെറ്റാസ്റ്റേബിൾ സ്റ്റേറ്റിലോട്ട് വരുമ്പോൾ എനർജി റേഡിയേഷൻ്റെ ഫോമിൽ എമിറ്റ് ചെയ്യത്തില്ല. ആ ഒരു ചേഞ്ച് ഇൻ എനർജി ക്രിസ്റ്റൽ തന്നെ അബ്സോർബ് ചെയ്യും. അതാണ് മെറ്റാസ്റ്റേബിൾ സ്റ്റേറ്റ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി എന്താണ് ഒപ്റ്റിക്കൽ പമ്പിംഗ് ആൻഡ് പോപ്പുലേഷൻ ഇൻവേർഷൻ? ഇങ്ങനെ മെറ്റാസ്റ്റേബിൾ സ്റ്റേറ്റ് എന്ന് പറയുന്ന ഒരു എനർജി സ്റ്റേറ്റ് ഉള്ള മെറ്റീരിയൽസിൽ കാണപ്പെടുന്ന ഒരു പ്രോസസ്സാണ് പോപ്പുലേഷൻ ഇൻവേർഷൻ, അതുപോലെ ഒപ്റ്റിക്കൽ പമ്പിംഗ്. അപ്പോൾ അതെന്താണെന്ന് നോക്കാം. ഓർഡിനറി ടെമ്പറേച്ചറിൽ സാധാരണ രീതിയിൽ E1 എന്ന് പറയുന്ന ലോവർ എനർജി സ്റ്റേറ്റിൽ അല്ലെങ്കിൽ ഗ്രൗണ്ട് സ്റ്റേറ്റിലായിരിക്കും ഇലക്ട്രോൺസിൻ്റെ എണ്ണം കൂടുതൽ. ഹയർ എനർജി സ്റ്റേറ്റിനേക്കാളും നോർമൽ ടെമ്പറേച്ചറിൽ ഗ്രൗണ്ട് സ്റ്റേറ്റിൽ തന്നെയായിരിക്കും ഇലക്ട്രോൺസിൻ്റെ എണ്ണം കൂടുതൽ. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന ഒരു മെറ്റീരിയലിലോട്ട് E2 - E1 എനർജിയുള്ള ഒരു ഫോട്ടോൺ വന്ന് ഇൻസിഡൻറ്റ് ചെയ്യാണ്. അങ്ങനെ ഫോട്ടോൺ വന്ന് ഇൻസിഡൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഗ്രൗണ്ട് സ്റ്റേറ്റിലിരിക്കുന്ന ഇലക്ട്രോൺസ് ഈ ഫോട്ടോണിൻ്റെ എനർജി അബ്സോർബ് ചെയ്തുകൊണ്ട് എക്സൈറ്റഡ് സ്റ്റേറ്റിലോട്ട് പോകുന്നു. ഇനി മെറ്റാസ്റ്റേബിൾ സ്റ്റേറ്റുള്ള മെറ്റീരിയൽസിലാണെങ്കിൽ ഈ എക്സൈറ്റഡ് സ്റ്റേറ്റിൽ പോയ ആറ്റംസ് അവിടെ കുറച്ച് സമയം ഇരുന്നപ്പോൾ തന്നെ എന്ത് ചെയ്യും? മെറ്റാസ്റ്റേബിൾ സ്റ്റേറ്റിലോട്ട് ഡീകേ ചെയ്ത് മെറ്റാസ്റ്റേബിൾ സ്റ്റേറ്റിലോട്ട് വരും. ആ മെറ്റാസ്റ്റേബിൾ സ്റ്റേറ്റിൽ E2 ഇരിക്കുന്നേക്കാളും കൂടുതൽ സമയം ഇലക്ട്രോൺസ് ഇരിക്കും. അപ്പോൾ എന്ത് സംഭവിക്കും? EM എന്ന് പറയുന്ന മെറ്റാസ്റ്റേബിൾ സ്റ്റേറ്റിൽ ഇലക്ട്രോൺസിൻ്റെ എണ്ണം കൂടും. E1നേക്കാൾ EMൽ ഇലക്ട്രോൺസിൻ്റെ എണ്ണം കൂടി വരുന്നൊരവസ്ഥയാണ് നമ്മൾ പോപ്പുലേഷൻ ഇൻവേർഷൻ എന്ന് പറയുന്നത്. ഒരു ഇലക്ട്രോൺ അല്ല, ഒരുപാട് ഇലക്ട്രോൺസ് ഉണ്ട് ഗ്രൗണ്ട് സ്റ്റേറ്റിൽ. അപ്പോൾ ഈ ഓരോ ഇലക്ട്രോൺസും ഫോട്ടോണിനെ അബ്സോർബ് ചെയ്ത് എക്സൈറ്റഡ് സ്റ്റേറ്റിലോട്ട് പോവാണ്. അറ്റ്മോസ്ഫിയറിൽ നിന്ന് ഫോട്ടോൺസിനെ അബ്സോർബ് ചെയ്യുന്നതെന്ന് വിചാരിക്കുക. അപ്പോൾ അങ്ങനെ അബ്സോർബ് ചെയ്ത് മുകളിലോട്ട് പോയിട്ട് എക്സൈറ്റഡ് സ്റ്റേറ്റിൽ പോയിട്ട് അത് അവിടെ കുറച്ച് സമയം ഇരിക്കുന്നുള്ളൂ. പെട്ടെന്ന് തന്നെ EMലോട്ട് വരികയാണ്. പക്ഷേ EMൽ കുറച്ചുകൂടെ കൂടുതൽ സമയം ഇരിക്കുകയാണ്. അപ്പം ഈ പോകുന്ന ഇലക്ട്രോൺസ് എല്ലാം പെട്ടെന്ന് EMലോട്ട് വരും. പക്ഷേ EMൽ നിന്ന് താഴേക്ക് E1ലേക്കുള്ള ഡീകേ എന്ന് പറയുന്നത് കുറച്ചുകൂടെ സമയമെടുക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു സമയത്തിനുള്ളിൽ അവിടെ EMൽ പോപ്പുലേഷൻ കൂടുന്നു. അങ്ങനെ EMൽ പോപ്പുലേഷൻ കൂടുന്ന ഒരു പ്രോസസ്സിനെ അല്ലെങ്കിൽ അതിനെയാണ്, ആ ഒരു ഫിനോമിനനെയാണ് നമ്മൾ പോപ്പുലേഷൻ ഇൻവേർഷൻ എന്ന് വിളിക്കുന്നത്. ഈ പോപ്പുലേഷൻ ഇൻവേർഷൻ എങ്ങനെയാണോ അറ്റൈൻ ചെയ്യുന്നത് അതിനെയാണ് നമ്മൾ ഒപ്റ്റിക്കൽ pumping എന്ന് പറയുന്നത്. The process by which population inversion is obtained is called
ഒപ്റ്റിക്കൽ പമ്പിങ്. അവിടെ EMൽ അല്ലെങ്കിൽ മെറ്റാസ്റ്റേബിൾ സ്റ്റേറ്റിൽ ആളുകളുടെ എണ്ണം കൂടുന്നതിനെ നമ്മൾ പോപ്പുലേഷൻ ഇൻവേർഷൻ എന്ന് വിളിക്കുന്നു. എങ്ങനെയാണോ ആളുകളുടെ എണ്ണം കൂടിയത് അതിനെ ഒപ്റ്റിക്കൽ പമ്പിങ് എന്ന് വിളിക്കുന്നു. ആ ഒരു പ്രോസസ്സിനെ, അതായത് ഫോട്ടോണിനെ അബ്സോർബ് ചെയ്തു, എക്സൈറ്റഡ് സ്റ്റേറ്റിൽ പോയി, എന്നിട്ട് ഈ മെറ്റാസ്റ്റേബിൾ സ്റ്റേറ്റിലോട്ട് വന്നു. ആ ഒരു പ്രോസസ്സിനെ ഒപ്റ്റിക്കൽ പമ്പിങ് എന്ന് വിളിക്കുന്നു. EMൽ E1നേക്കാളും ആളുകൾ കൂടി നിൽക്കുന്നതിനെ പോപ്പുലേഷൻ ഇൻവേർഷൻ എന്നും പറയുന്നു. At ordinary temperature, the number of electrons in the higher energy state is smaller than that of E1. If a photon of energy h nu is equal to E2 minus E1 is incident on the atoms in the ground state, they raised to the excited state. For those materials which has a state EM, these excited atoms do not fall back to E1 as in the case of ordinary atoms, but they decay to the metastable state EM. Since the lifetime of EM is much longer than E2, the atoms reach the state EM much faster than they leave the state EM. Thus, the state EM contains more atoms than the state E1. This is known as population inversion, and the process by which it is obtained is called optical pumping. അപ്പോൾ അങ്ങനെ മെറ്റാസ്റ്റേബിൾ സ്റ്റേറ്റിൽ ഇരിക്കുന്ന ഇലക്ട്രോൺസ് ഇനി എങ്ങനെയാണ് റേഡിയേഷൻ എമിറ്റ് ചെയ്തുകൊണ്ട് ഗ്രൗണ്ട് സ്റ്റേറ്റിലോട്ട് വരുന്നതെന്ന് നോക്കാം. അപ്പോൾ അങ്ങനെ പോപ്പുലേഷൻ ഇൻവേർഷൻ അറ്റൈൻ ചെയ്തു, മെറ്റാസ്റ്റേബിൾ സ്റ്റേറ്റിൽ കുറേ ഇലക്ട്രോൺസ് വന്നിരിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ ഈ ഇലക്ട്രോൺസിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? സ്റ്റിമുലേറ്റഡ് എമിഷൻ വഴി എന്താണ് റേഡിയേഷൻ എമിറ്റ് ചെയ്യിപ്പിക്കുകയാണ്. അതായത് മെറ്റാസ്റ്റേബിൾ സ്റ്റേറ്റിലിരിക്കുന്ന ഇലക്ട്രോൺസിൽ ഒരു ഫോട്ടോൺ കൊടുത്തുകൊണ്ടൊന്ന് സ്റ്റിമുലേറ്റ് ചെയ്യിപ്പിച്ചാൽ എന്ത് സംഭവിക്കും? അവിടെ സ്റ്റിമുലേറ്റഡ് എമിഷൻ നടന്ന് ഓരോ ഇലക്ട്രോൺസും 2 ഫോട്ടോൺ വീതം എമിറ്റ് ചെയ്തുകൊണ്ട് ഗ്രൗണ്ട് സ്റ്റേറ്റിലേക്ക് വരും. അപ്പോൾ നമുക്ക് ഒരു കൊഹറൻ്റ് ആയിട്ടുള്ളൊരു റേഡിയേഷൻ ആയിരിക്കും ഔട്ട്പുട്ടായിട്ട് കിട്ടുക. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച അബ്സോർപ്ഷൻ ഓഫ് റേഡിയേഷൻ, സ്പോണ്ടേനിയസ് എമിഷൻ, സ്റ്റിമുലേറ്റഡ് എമിഷൻ, അതുപോലെ ഇപ്പോൾ നമ്മൾ പറഞ്ഞ മെറ്റാസ്റ്റേബിൾ സ്റ്റേറ്റ്, ഒപ്റ്റിക്കൽ പമ്പിംഗ്, പോപ്പുലേഷൻ ഇൻവേർഷൻ, എമിഷൻ ഓഫ് റേഡിയേഷൻ, ഇത്രയും ടേംസ് വെച്ചിട്ട് ഇത്രയും കാര്യങ്ങൾ അറിയാമെങ്കിൽ ഇനി നമുക്കൊരു ലേസർ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പോൾ വർക്കിംഗ് ഓഫ് എ ലേസർ നോക്കാം. ഇവിടെ നമ്മൾ 3 ലെവൽ പമ്പിംഗ് സ്കീമാണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അതായത് ഒരു ഗ്രൗണ്ട് സ്റ്റേറ്റ്, ഒരു എക്സൈറ്റഡ് സ്റ്റേറ്റ്, ഒരു മെറ്റാസ്റ്റേബിൾ സ്റ്റേറ്റ്. ചില മെറ്റീരിയൽസിൽ 2 മെറ്റാസ്റ്റേബിൾ സ്റ്റേറ്റ് കാണപ്പെടാറുണ്ട്. അവിടെയാണ് നമ്മൾ 4 ലെവൽ പമ്പിംഗ് സ്കീം എന്ന് പറയുന്നത്. നമുക്കത് വേണ്ട, 3 ലെവൽ പമ്പിംഗ് സ്കീം മാത്രം മതി. അപ്പോൾ അങ്ങനെ ഒരു ഓർഡിനറി ടെമ്പറേച്ചറിൽ മെറ്റീരിയൽ ഇരിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ നമുക്കറിയാം ഗ്രൗണ്ട് സ്റ്റേറ്റിലായിരിക്കും ഇലക്ട്രോൺസ് കൂടുതലായിട്ട് ഇരിക്കുക. അപ്പോൾ അങ്ങനെ ഇലക്ട്രോൺസ് ഗ്രൗണ്ട് സ്റ്റേറ്റിലിരിക്കുന്ന ഇലക്ട്രോൺസിന് നമ്മൾ ആദ്യം എന്ത് ചെയ്യിപ്പിക്കണം? പമ്പ് ചെയ്യിപ്പിക്കണം. എക്സൈറ്റഡ് സ്റ്റേറ്റിലോട്ട് പമ്പ് ചെയ്യിപ്പിക്കണം. അപ്പോൾ അതിന് വേണ്ടി നമ്മളൊരു ലൈറ്റ് എനർജി അവിടെ പ്രൊവൈഡ് ചെയ്യണം. അപ്പോൾ അങ്ങനെ നമ്മളൊരു ലൈറ്റ് എനർജി പ്രൊവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ലേസറായിട്ട് ആക്ട് ചെയ്യുന്ന മെറ്റീരിയൽ, ആ ലേസിങ് മെറ്റീരിയൽ എന്ത് ചെയ്യും? അതിൻ്റെ ഗ്രൗണ്ട് സ്റ്റേറ്റിലിരിക്കുന്ന ഇലക്ട്രോൺസ് ഈ കൊടുക്കുന്ന ലൈറ്റ് എനർജി അബ്സോർബ് ചെയ്തുകൊണ്ട് എക്സൈറ്റഡ് സ്റ്റേറ്റിലോട്ട് പോകും. അപ്പോൾ നമ്മൾ പറഞ്ഞു മെറ്റാസ്റ്റേബിൾ സ്റ്റേറ്റുള്ള മെറ്റീരിയൽസാണ് ലേസിങ് ആക്ഷൻ കാണിക്കുന്നത്. അതായത് ഒരു ലേസറായിട്ട് വർക്ക് ചെയ്യുന്ന മെറ്റീരിയൽസ് എല്ലാം ഇതുപോലെ എക്സൈറ്റഡ് സ്റ്റേറ്റിനും ഗ്രൗണ്ട് സ്റ്റേറ്റിനും ഇടയിൽ മെറ്റാസ്റ്റേബിൾ സ്റ്റേറ്റ് എന്ന് പറയുന്ന ഒരു എനർജി ലെവലുള്ള മെറ്റീരിയൽസ് ആയിരിക്കണം. അപ്പോൾ അങ്ങനെയുള്ള മെറ്റീരിയൽസാണ് ലേസിങ് ആക്ഷൻ കാണിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഗ്രൗണ്ട് സ്റ്റേറ്റിൽ നിന്ന് ഇലക്ട്രോൺസ് എനർജി അബ്സോർബ് ചെയ്ത് എക്സൈറ്റഡ് സ്റ്റേറ്റിൽ പോയി കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ അത് ഡീക്കേ ചെയ്ത് മെറ്റാസ്റ്റേബിൾ സ്റ്റേറ്റിലോട്ട് വരും. മെറ്റാസ്റ്റേബിൾ സ്റ്റേറ്റിലോട്ട് വന്നു കഴിയുമ്പോൾ അവിടെ എന്ത് ചെയ്തു? സ്വാഭാവികമായിട്ട് നേരത്തെ പറഞ്ഞ പോലെ പോപ്പുലേഷൻ ഇൻവേർഷൻ അറ്റൈൻ ചെയ്യും. കുറേ ഇലക്ട്രോൺസ് അവിടെ വന്നു കഴിയും. അപ്പോൾ നമ്മൾ അതിനകത്തൊരു ഇലക്ട്രോണിനെ ഒരു ഫോട്ടോൺ കൊടുത്തുകൊണ്ടൊന്ന് ട്രിഗർ ചെയ്യിപ്പിക്കണം. അതായത് സ്റ്റിമുലേറ്റഡ് എമിഷൻ അവിടെ നടക്കണം. ഒരു ഫോട്ടോണിനെ കൊടുത്തുകൊണ്ട് ഒരൊറ്റ ഇലക്ട്രോണിനെ നമ്മൾ സ്റ്റിമുലേറ്റ് ചെയ്യിപ്പിച്ചാൽ മതി. എന്ത് സംഭവിക്കും? ആ സ്റ്റിമുലേറ്റഡ് ആവുന്ന ഇലക്ട്രോൺ 2 ഫോട്ടോൺസിനെ എമിറ്റ് ചെയ്തുകൊണ്ട് ലോവർ എനർജി സ്റ്റേറ്റിലോട്ട് വരും. ഈ 2 ഫോട്ടോൺസ് എന്ത് ചെയ്യും? മെറ്റാസ്റ്റേബിൾ സ്റ്റേറ്റിലിരിക്കുന്ന അടുത്ത 2 ഇലക്ട്രോൺസിനെ സ്റ്റിമുലേറ്റ് ചെയ്യിപ്പിക്കും. അത് 2 എണ്ണം, അപ്പോൾ 4 ഫോട്ടോൺസിനെ എമിറ്റ് ചെയ്തുകൊണ്ട്
ലോവർ എനർജി സ്റ്റേറ്റിലോട്ട് വരും. അപ്പോൾ ആ 4 ഫോട്ടോൺസ് അടുത്ത 4 ഇലക്ട്രോൺസിനെ സ്റ്റിമുലേറ്റ് ചെയ്യിപ്പിക്കും. അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് സ്റ്റിമുലേറ്റഡ് എമിഷൻ നടന്നോളും. നമ്മളൊരൊറ്റ ഇലക്ട്രോണിനെ ഒന്ന് ട്രിഗർ ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഈ ഒരൊറ്റ ഫോട്ടോൺ കൊണ്ടൊന്ന് ട്രിഗർ ചെയ്യിപ്പിക്കുമ്പോൾ തന്നെ കണ്ടിന്യൂസ് ആയിട്ട് ഒരു അവലാഞ്ചി ഓഫ് സ്റ്റിമുലേറ്റഡ് എമിഷൻസ് ആയിരിക്കും അവിടെ നടക്കുക. അതിൻ്റെ ഫലമായിട്ട് നല്ല ഇൻറ്റൻസിറ്റിയുള്ള കൊഹറൻ്റ് ആയിട്ടുള്ള ഒരു ലൈറ്റ് ബീം ആയിരിക്കും ഔട്ട്പുട്ടായിട്ട് നമുക്ക് കിട്ടുന്നത്. അതിൻ്റെ ഒരു ഫിഗറാണ് കാണിച്ചിരിക്കുന്നത്. ലേസർ ബീമിൻ്റെ ഔട്ട്പുട്ടായിട്ട് വരുന്ന എങ്ങനെയായിരിക്കും റേഡിയേഷൻ എന്നാണ് ഈ ഫിഗർ കാണിക്കുന്നത്. ഒരു ഓർഡിനറി ലൈറ്റും ലേസർ ലൈറ്റും തമ്മിലുള്ള ഡിഫറൻസ് കാണിക്കുന്ന ഒരു പിക്ചറാണിത്. നമ്മുടെ ടോർച്ച് ലൈറ്റോ അല്ലെങ്കിൽ നമ്മുടെ ഇൻകാൻഡസെൻ്റ് ലൈറ്റോ ഒക്കെ അതിനകത്തുനിന്ന് വരുന്ന റേഡിയേഷൻസ് എന്ന് പറയുന്നത് കൊഹറൻ്റ് ആയിരിക്കത്തില്ല. എല്ലാം ഒരേ ഫേസിലാവണം എന്നില്ല. ഇൻകൊഹറൻ്റ് റേഡിയേഷൻസ് ആയിരിക്കും. അതുപോലെ തന്നെ കുറേ ഏരിയയിലോട്ട് ഡൈവേർജ് ചെയ്ത് പോകും. പക്ഷേ ലേസർ ആണെങ്കിൽ അങ്ങനെ ഒരു ഡൈവേർജൻസ് ഇല്ല. ഈ റേഡിയേഷൻസ് എല്ലാം ഒരേ ഫോക്കസ്ഡ് ആയിട്ടായിരിക്കും നമുക്ക് കിട്ടുക. അപ്പോൾ അതാണ് ആ ഒരു ലേസർ ലൈറ്റും ഓർഡിനറി ലൈറ്റും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത്. ഇനി പഠിക്കാനുള്ളത് റൂബി ലേസറിൻ്റെ വർക്കിംഗ് ആണ്. അപ്പോൾ അത് നമുക്ക് അടുത്ത വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്യാം. ഓക്കെ, താങ്ക് യു.